ഹലോ ഫ്രണ്ട്സ്, മാസങ്ങളോളം അനങ്ങാതിരുന്ന് 5000 രൂപ എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയ എൻ്റെ സ്പ്ലെൻഡറിൻ്റെ ഫുൾ റിസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. ഏകദേശം 99% സാധനം ഇതിന് ഞാൻ പുതിയതായിട്ട് മേടിച്ച് വെച്ചാണ്. A to Z എന്ന് പറയുന്നില്ല, 99% സാധനം ഞാൻ പുതിയതായിട്ട് മേടിച്ചു. 1-2 സാധനങ്ങൾ മാത്രമാണ് ഞാൻ അത് മാറ്റാതെ ഉള്ളത്. എൻ്റെ അടുത്ത് ഈ വണ്ടി കിട്ടുമ്പോൾ ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടവർക്ക് പിന്നെ കാണേണ്ട കാര്യമില്ല. ഇതെനിക്ക് കിട്ടുമ്പോൾ ഈ വൈസർ പൊട്ടിയതായിരുന്നു, ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലായിരുന്നു, ബാക്കിലത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഈ 2 ഇല്ലായിരുന്നു, പുതിയ വെച്ചാണ്. പിന്നെ ഇതിൻ്റെ ചെയിൻ കവർ ഏകദേശം ഒരു പകുതിയോളം തന്നെ തുരുമ്പെടുത്ത് പോയതായിരുന്നു. പിന്നെ സീറ്റ് കവർ ഫുള്ള് പോയിരുന്നു. പിന്നെ അതിനകത്ത് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇതിന് ഫുഡ് റെസ്റ്റ് ഇല്ലായിരുന്നു. 4 ഫുഡ് റെസ്റ്റും ഞാൻ പുതിയ വെച്ചാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ സ്വന്തം സുഹൃത്തായ ആദർശാണ്. ആൾ നമുക്ക് കുറച്ച് വണ്ടി കൂടുതലുണ്ടായിരുന്ന ഇച്ചിരി താമസം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ സംഭവം നമുക്ക് ഏകദേശം പറഞ്ഞ സമയത്ത് തന്നെ കിട്ടി. മെക്കാനിക്കൽ പരമായിട്ടുള്ള സൈഡിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒരു ചേട്ടച്ചാരാണ് വിനീഷ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എൻ്റെ നാടായ ഇടയാലത്താണ് ആളുടെ വർക്ക്ഷോപ്പ് ഉള്ളത്. എനിക്ക് അവസാനം ആൾ കുറച്ച് പൈസയൊക്കെ കുറച്ച് തന്നു. ഞാൻ എൻ്റെ ഒരു പഴയൊരു ബുള്ളറ്റ് ഞാൻ പണിയാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ പോലെ ഞാൻ പറഞ്ഞു, അണ്ണാ ഇങ്ങനെ ഒരു വണ്ടി നമുക്ക് വന്നിട്ടുണ്ട്, ഏകദേശം 5000 രൂപയാണ് ആൾ ചോദിക്കുന്നത്, മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, എടാ ഇന്ന് തന്നെ എൻ്റെ പൈസ ഉണ്ട്, ഇന്ന് തന്നെ പോയി മേടിച്ചോ, നമുക്ക് അടിപൊളിയായിട്ട് ഇറക്കാമെന്ന് പറഞ്ഞു. അതിന് ശേഷമുള്ള ഭാഗമാണെങ്കിലും കാണണം. ഇനിയിപ്പോൾ എല്ലാവരും അറിയേണ്ടത് ഞാൻ ഈ വണ്ടി ഈ രൂപത്തിലാക്കുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നാണ്. നമുക്ക് ആദ്യമേ പെയിൻറ്റിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ വണ്ടി ഫുൾ അയച്ച് ഇതിൻ്റെ ഓരോ നെട്ടും ബോൾട്ടും അടക്കം ഞാൻ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിക്കർ വർക്ക്, ഇത് ഞാൻ പുതിയതായിട്ട് ചെയ്തതാണ്. സ്റ്റിക്കർ വർക്ക് പെയിൻറ്റിങ്ങിന് മാത്രമേ എനിക്ക് 7000 രൂപ ചിലവായിട്ടുണ്ട്. സ്റ്റിക്കർ ചിലവ് വന്നിരിക്കുന്നത് 350 രൂപയാണ്. പിന്നെ ഇതിൻ്റെ പാർട്സ് മാറ്റിയിരിക്കുന്നത് നമുക്ക് സീറ്റ് കവറിൽ നിന്ന് വാങ്ങാം. സീറ്റ് കവറിന് ഏകദേശം 230 രൂപയും. പിന്നെ ഈ പെട്രോൾ ടാപ്പിന് ഏകദേശം വന്നിരിക്കുന്നത് 200 രൂപയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ മാറ്റിയിരിക്കുന്നത് പുതിയൊരു ഹോൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹാൻഡിൽ ഗ്രിപ്പ് 2 വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ ഗ്രിപ്പ് 2 കൂടി 120 രൂപയായിട്ടുണ്ട്. പിന്നെ പുതിയൊരു വൈസർ വെച്ചിട്ടുണ്ട്. വൈസറിന് വന്ന് 450 രൂപയാണ് വൈസറിന് ചിലവായിരിക്കുന്നത്. പിന്നെ നമ്മൾ വന്നേക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സിന് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. 2 ഇൻഡിക്കേറ്റേഴ്സ് ഓൾറെഡി വണ്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വൈറ്റ് കളറുമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലും വൈറ്റ് കളറാണ് വെച്ചത്. അതിൻ്റെ ഒരു ചെറിയൊരു ലുക്ക് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ റെഡ് കളറാണ് വെക്കുന്നത്, വണ്ടി ഇച്ചിരി സെക്സി ലുക്കായിരിക്കും. അപ്പോൾ 2 ഇൻഡിക്കേറ്റേഴ്സിന് ചിലവായിട്ട് വന്നിരിക്കുന്നത് 230 രൂപയാണ്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ടയർ ഞാൻ പുതിയത് വെച്ചിട്ടുണ്ട്. മോട്ടോഡിയുടെ പുതിയ ടയറാണ്. 1800 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേനും നമ്മളിവിടെ പ്ലഗ് മാറ്റുന്നുണ്ട്. ഈ പ്ലഗിൻ്റെ ക്യാപ്പ് നമ്മൾ മാറ്റുന്നുണ്ട്. പ്ലഗ് ക്യാപ്പ് റെഡ് കളറാണ് വെച്ചിരിക്കുന്നത്, അതിന് 70 രൂപയും പ്ലഗിന് 100 രൂപയാണ് വന്നിരിക്കുന്നത്. പിന്നെ 4 ഫുഡ് റെസ്റ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. അതിന് 4 കൂടി വന്നിരിക്കുന്നത് 520 രൂപയും. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ മീറ്ററിൻ്റെ ഗ്ലാസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതിന് ഏകദേശം 120 രൂപയായിട്ടുള്ളൂ നമുക്ക് ടോട്ടലി. പെയർ മാറിയതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കൊച്ചു കൊച്ചു സാധനങ്ങളുടെ കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതെന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പോൾ ടോട്ടൽ പാർട്സ് കോസ്റ്റായിട്ട് എനിക്ക് വന്നിരിക്കുന്നത് 3600 രൂപകളാണ്. പിന്നെ എനിക്ക് ലേബർ ചാർജ് വന്നിരിക്കുന്നത് പാർട്സിന് അത്ര പോലും ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചേട്ടച്ചാരാണ് ചെയ്തത്. പിന്നെ ഇതിൽ ചെയ്ത പെയിൻറ്റിങ് കാര്യം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, 7000 രൂപ പെയിൻറ്റിങ്ങിനും ഈ സ്റ്റിക്കർ കോസ്റ്റുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇനി ഒരു ചിലവുള്ളത് എനിക്കിപ്പോൾ തോന്നുന്നു വണ്ടി ടെസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതായിരിക്കും ഇനി ഒരു നമുക്ക് ഇച്ചിരി 3000 രൂപയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. വെച്ചാൽ പറയല്ലോ, മാസങ്ങളോളം വണ്ടി കട്ടപ്പുറത്തിരിക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ്റെ ഫൈൻ ഉണ്ടായിരിക്കും. പിന്നെ ടാക്സ് തീർന്നിരിക്കണം, ടാക്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തിരിക്കുന്ന വണ്ടിയുടെ പൊല്യൂഷൻ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷുറൻസും ഞാൻ പുതിയതാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി എനിക്ക് ഇൻഷുറൻസിന് ഏകദേശം 1250 രൂപയോളം. പിന്നെ നമുക്ക് പൊല്യൂഷൻ എടുക്കാനായിട്ട് 80 രൂപയാണ് വന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റിന് തന്നെ പൊല്യൂഷൻ കിട്ടി. ഇപ്പം അങ്ങനെ പൊല്യൂഷൻ ഫസ്റ്റ് ടെസ്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ ചാർജ് നമ്മൾ പുകയെടുക്കുന്നിടത്ത് കൊടുക്കണമെന്ന് പുള്ളി ഒരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റിൻ്റെ കോസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം.